ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് തുടരും മൂവീൻ്റെ റിവ്യൂ ആയിട്ടാണ്. തുടരും ഇന്ന് റിലീസായി. ലാലേട്ടൻ പടം തുടരും. അപ്പോൾ ഫിലിമിൻ്റെ ഓവറോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് തരുൺ മൂർത്തിയാണ്. തരുൺ മൂർത്തി ഓപ്പറേഷൻ ജാവ, അതുപോലെ സൗദി വെള്ളയ്ക്ക, ആ മൂവിയൊക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. പുള്ളി ചെയ്തേക്കുന്ന മൂവീസൊക്കെ അത്യാവശ്യം നല്ല കിടിലനായിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് എഴുതിയിട്ടുള്ളത് KR സുനിൽ എന്ന് പറയുന്ന ഒരു പുള്ളിയും അതുപോലെ തരുൺ മൂർത്തിയും ചേർന്നാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ പ്രൊഡക്ഷൻ M രഞ്ജിത്ത്, രജപുത്ര വിഷ്വൽ മീഡിയയുടെ M രഞ്ജിത്താണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി വരുന്നത് ഷാജി കുമാർ, അതുപോലെ എഡിറ്റിംഗ് നിഷാദ് യൂസഫാണ്. നമുക്കറിയാം പുള്ളി കഴിഞ്ഞ കൊല്ലം മരണപ്പെട്ടു. റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള പടങ്ങളിലൊക്കെ പുള്ളിയുടെ ഒരു എഡിറ്റിംഗ്, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ബസൂക്ക, ജിംഖാന, ഈ മൂവിയിലൊക്കെ നിഷാദ് യൂസഫിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് എഡിറ്റിങ്ങിൽ. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക്, ജെയ്ക്സ് ബിജോയിൻ്റെ മ്യൂസിക്കാണ് ഈ പടത്തിൽ. അപ്പോൾ അത് ത്രൂ ഔട്ട് നമുക്ക് പടം മുഴുവൻ ജെയ്ക്സ് ബിജോയിൻ്റെ ആ ഒരു മ്യൂസിക് സംഭവങ്ങൾ പടത്തിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പടത്തിലേക്ക് വരാം. കുറേ കാലത്തിന് ശേഷം നമ്മുടെ ലാലേട്ടൻ്റെ ഒരു മൂവി നമ്മൾ എന്താ പറയുക, എമ്പുരാന് കണ്ടപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തു ലാലേട്ടൻ്റെ ഒരു തിരിച്ചു വരവോ അല്ലെങ്കിൽ ഒരു സംതിങ് ഗുഡ് കിട്ടും എന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലത്തിന് ശേഷം മലയാളം പടം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു ഫീലിംഗ് ആണ് എനിക്ക് ഈ പടം കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയത്. ഇതിൽ കാസ്റ്റ് വരുന്നത് മോഹൻലാൽ, ലാലേട്ടൻ, അതുപോലെ ശോഭന, പിന്നെ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. പുള്ളി ആക്ച്വലി ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ ചെയ്യുന്ന ഡയറക്ടറാണ്. നമുക്ക് ഫേമസ് ആയിട്ടുള്ള വോഡഫോൺ സൂസു, അത് പുള്ളിയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തോമസ് മാത്യു, ആനന്ദം ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പയ്യൻ. അതുപോലെ ഭാരതിരാജ ഉണ്ട് ഈ പടത്തിൽ, ബിനു പപ്പു, മണിയമ്പിള്ള രാജു, ഫർഹാൻ ഫാസിൽ, റിഷാദ്, പിന്നെ നമ്മുടെ രോമാഞ്ചത്തിലെ അബിൻ ബിനോ, ഇങ്ങനെ കുറേ ആൾക്കാർ. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തു പോയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഞാൻ പറയാത്തതാണെങ്കിലും. ഇതിൽ ആക്ച്വലി പടം ഒരു ത്രില്ലർ ഡ്രാമ ജോൺറയിൽ വരുന്ന മൂവിയാണ്. ഒരു ഫാമിലി സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഫിലിം തുടങ്ങുക. ഒരു കാറായിട്ടുള്ളൊരു കണക്ഷൻ, ഫാമിലി ആയിട്ടുള്ളൊരു കണക്ഷൻ. ദെൻ ആ പടം ഫാമിലിയും കാറും എല്ലാം വിട്ട് ഫസ്റ്റ് ഹാഫിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പടം ആ ഒരു ത്രില്ല് മൂഡിലേക്ക് നമ്മൾ വരും. ആദ്യമൊക്കെ കളിച്ച് ചിരിച്ച് ഇങ്ങനെ പോയി ദെൻ എല്ലാവരെയും ആ ഒരു തിയേറ്ററിൻ്റെ സീറ്റിൽ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു മൂവിയായിരുന്നു. ലാലേട്ടൻ ആ ഒരു ക്യാരക്ടറിൽ ബ്ലെൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ വില്ലനാണ് പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ. പുള്ളി കിടിലനായിട്ട് പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാം ആരാണ് എന്താണെന്നുള്ളത്. പുള്ളി കിടിലൻ റോള് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പുള്ളിയുടെ ഒരു ആക്ടിങ്ങും പുള്ളിയുടെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബിനു പപ്പു ത്രൂ ഔട്ട് നൈസായിട്ട് പുള്ളിയുടെ ഒരു പോലീസായിട്ടുള്ള വേഷമാണ് പുള്ളി, അതും വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ച്വലി ലാലേട്ടൻ, ബിനു പപ്പു, പിന്നെ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഇവരുടെ 3 പേരുടെയും കോമ്പിനേഷനായിട്ടാണ് മൂവി കുറേ സീനും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഫർഹാൻ ഫാസിൽ വരുന്നുണ്ട്. ഇതൊന്നല്ലാണ്ട് ഫിലിമിൽ വെച്ചേക്കുന്ന കുറേ ഷോട്ടുകൾ, ആ കാറ് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ള കാറിൻ്റെ കിടിലൻ ഷോട്ടുകൾ, അതുപോലെ ലാലേട്ടൻ്റെ ഫേസിൻ്റെയും ലാലേട്ടൻ്റെ സ്റ്റാൻസിൻ്റെയും ലാലേട്ടൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കുറേ ഡിഫറെൻറ്റ് ആംഗിൾസ് എന്നുള്ള ഷോട്ടുകൾ, ഏരിയൽ ഷോട്ടുകൾ, അങ്ങനെ പടം മൊത്തം അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറിയും അതിൻ്റെ തീമും നമുക്ക് സ്ഥിരം പടങ്ങളിൽ കാണുന്ന ക്ലീശയൊന്നും ഈ പടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പേഴ്സണലി എനിക്ക് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റിയത്. കുറേ കാലത്തിന് ശേഷം ലാലേട്ടൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു കിടിലം സാധനം ഈ പടത്തിൽ കൂടെ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫാമിലി ആയിട്ട് കംപ്ലീറ്റ്ലി ഞാൻ കാണുമ്പോൾ ഹൗസ് ഫുള്ളായിരുന്നു പടം. ഫാമിലിയും ഫ്രണ്ട്സായിട്ടും എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാർക്കും ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു കിടിലൻ തീമിലുള്ള പടം. അതിൻ്റെ ഇടയിൽ ജെയ്ക്സ് ബിജോയിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആ ഷോട്ടിനെ എല്ലാത്തിനെയും നല്ല രീതിക്ക് അപ്പിയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പടം ഇന്ന് റിലീസായി. അപ്പോൾ കാണാത്തവർ പോയിട്ട്
പോയിട്ട് കാണാം. എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങൾക്ക് നല്ലൊരു ഫിലിം ആയിരിക്കും തുടരും. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂ കാണുന്നവരേക്കും